ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനെ ചിന്തിക്കാൻ ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം 12-ാമത്തെ വാക്യം. പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുന്നത്, ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആയാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ഇവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, പിതാക്കന്മാർ ആരാധിച്ചു വന്ന ദൈവമായ യഹോവയെ ആശയിൽ തന്റെ കൂടെയുള്ളവരും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുമെന്നും സ്നേഹിക്കുമെന്നും അവനെ സേവിക്കുമെന്നും ഒരു നിയമം ചെയ്യുകയാണ്. പഴയ നിയമത്തിൽ ആശയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ വചനം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പാസ രാജാവ് ഇസ്രായേലിനെ ഭരിച്ചപ്പോൾ ഒരു വലിയ ഉണർവ് ആ കാലഘട്ടത്തിലുണ്ടായി. അല്ലേ? ആ ഉണർവ് ഏതാണ് നമ്മൾ നിമിഷത്തെ തിരുവഴുത്തിലൂടെ വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കർത്താവിനെ അന്വേഷിക്കുന്നതിനുള്ള ഉണർവ് തന്നെയായിരുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നതിനുള്ള ഉണർവ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവർ ദൈവത്തെ അന്വേഷിക്കാതിരുന്നോ? അതെ, ദൈവത്തെ അന്വേഷിക്കാതിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുവാനായി അവർ തീരുമാനിക്കുക. ഹല്ലേലൂയ. അപ്പൊ യഹോവയെ അന്വേഷിക്കാത്തവർ ആരായിരുന്നാലും മരണശിക്ഷ അനുഭവിക്കണമെന്ന് ഒരു നിയമം കൂടെ ചെയ്തു. അതാണ് 13-ാമത്തെ വാക്യം വായിച്ചത്. ചെറിയവരോ വലിയവരോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്ന്. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ആശയുടെ കാലത്ത് ദൈവം കൊടുക്കാൻ പോകുന്ന ദൈവം കൊടുത്തൊരു ഉണർവാണ്. ആശയ്ക്ക് പ്രവാചകന്റെ ഒരു മുന്നറിയിപ്പ് കിട്ടുക. 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം ഓദേദിന്റെ മകനായ അസരിയാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ആസിയെ എതിരേറ്റ് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, ആസിയും എല്ലാ യഹൂദ്യരും ബെന്യാമിനും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. ഇസ്രായേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ഇല്ലാതിരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി എന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയും. ഇസ്രായേലിൽ സത്യദൈവവും സത്യദൈവത്തിന്റെ പ്രമാണങ്ങളും പുരോഹിതന്മാരും ഒന്നുമില്ലാതെ ഇസ്രായേൽ തങ്ങൾക്ക് ബോധിച്ച നിലയിലൂടെ ജീവിക്കുമ്പോഴാണ് ദൈവം അസരിയ പ്രവാചകനെ ആശയുടെ അരികിൽ വിട്ടിട്ട് അവിടെ നടത്തേണ്ട നവീകരണത്തെക്കുറിച്ച് അസരിയാവിലൂടെ ആശയോട് പറയുക. ലേരിയ. അപ്പൊ അസരിയ പ്രവാചകന്റെ വാക്കുകൾ ആശ ഏറ്റെടുത്തു. പ്രവാചകന്റെ പ്രബോധനത്തിന്റെ ഫലമായി ഉത്തേജനവും ധൈര്യവും ലഭിച്ച ആശ നവീകരണ വേല ആരംഭിക്കുന്നതിൽ ഉത്സുകനായി തീർന്നുവെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. 15-ാം അധ്യായം ദിനവൃത്താന്ത പുസ്തകം 15-8 വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആസ ഹല്ലേലൂയ ഈ വാക്കുകളും ഓദേദ് പ്രവാചകന്റെ ഹല്ലേലൂയ പ്രവചനവും കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു. യഹൂദയുടെയും ബെന്യാമിന്റെയും ദേശത്തു നിന്നൊക്കെയും എഫ്രൈം മലനാട്ടിൽ അവൻ പിടിച്ചിരുന്ന പട്ടണങ്ങളിൽ നിന്നും മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളയും. യഹോവയുടെ മണ്ഡപത്തിന് മുമ്പിലുള്ള യഹോവയുടെ യാഗപീഠം പുതുക്കുകയും ചെയ്തു. ഇസ്രായേലിൽ മ്ലേച്ഛമായ അനവധി വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം അസരിയ പ്രവാചകന്റെ പ്രവചനം കേട്ട് ആസ ധൈര്യപ്പെടുകയും എല്ലാ ജനത്തെയും വിളിച്ചു കൂട്ടിയിട്ട് മ്ലേച്ഛ വിഗ്രഹങ്ങളെല്ലാം നീക്കിക്കളയുക. ഞാൻ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങളുടെ ജീവിതത്തിൽ മ്ലേച്ഛമായത് നിങ്ങൾ നീക്കിക്കളയണം. വിഗ്രഹം ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അനവധി പൂജാ വിഷയങ്ങളുണ്ട്. എന്നാൽ അത് മാത്രമാണോ നിലച്ച വിഗ്രഹം?
ദൈവത്തെ കൂടാതെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം മ്ലേച്ഛ വിഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളിൽ നിങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിങ്ങളുടെ ജഡത്തിലുണ്ടാകുന്ന സകല ചിന്തകളും നിരൂപണങ്ങളും നിങ്ങളുടെ പ്രവർത്തികളും എല്ലാം മ്ലേച്ഛ വിഗ്രഹത്തോട് ചേർത്ത് പഠിക്കാൻ കഴിയും. അങ്ങനെയുള്ളതിനെ മുഴുവൻ നിങ്ങൾ നീക്കിക്കളഞ്ഞ് നിങ്ങളൊരു ശുദ്ധീകരണം, ഒരു നവീകരണം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായെങ്കിൽ മാത്രമേ നിന്റെ ഭവനത്തിലും നിന്റെ ദേശത്തിലും സഭയിലും ആ നവീകരണത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുകയാണ്, ഹല്ലേലൂയ, ഓതേത് പ്രവാചകന്റെ പ്രവചനം എന്ന് പറയുന്നതിൽ അല്പം ആശയപ്പിഴക്കുള്ളത് പോലെ തോന്നുമെന്ന് നമുക്ക് തോന്നിയാലും അത് ചില വേദപണ്ഡിതാക്കളുടെ അഭിപ്രായമാണ്. ഓതേതിന്റെ മകനായ അസ്രിയാവിന്റെ മേൽ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. 15:8 അസ്രിയാവ് എന്ന പദം വിട്ടുപോയതായി കാണുന്നു. ഒരുപക്ഷെ അസ്രിയാവ് തന്റെ പ്രബോധന വാക്യങ്ങളോട് ചേർത്ത് തന്റെ പിതാവായ ഓതേത് മുമ്പ് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളും ചേർത്ത് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്താനും കാരണം. അവർ വായിക്കുന്നത് സംശയം ഉണ്ടാകരുത്. ഹല്ലേലൂയ. അപ്പം ദേശത്തു നിന്നല്ല, ഹല്ലേലൂയ, മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളയുക എന്നതായിരുന്നു ആശയുടെ ഒന്നാമത്തെ നവീകരണം. ഈശോ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ഭവനത്തിൽ മ്ലേച്ഛമായ സകല ദോഷപ്രവർത്തികളും വിഗ്രഹങ്ങളും മ്ലേച്ഛമായ സകലത്തെ നിങ്ങൾ നീക്കിക്കളഞ്ഞ് നിന്റെ കുടുംബത്തിനകത്തൊരു ശുദ്ധീകരണം വരുത്തണം. ആദ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം വന്നെങ്കിൽ മാത്രമേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകൽ, നിന്റെ യാചനകൾ, നിന്റെ കണ്ണുനീര് ദൈവം കാണണമെങ്കിൽ മ്ലേച്ഛമായതിനെ മുഴുവൻ നീ പൂർണ്ണമായി നീക്കിക്കളയണം. നിന്റെ ജീവിതത്തിന് മ്ലേച്ഛമായ വിഗ്രഹത്തോട് സമാനമായ ജീവിത സാഹചര്യങ്ങൾ, ജീവിത സ്വഭാവങ്ങൾ, നീ കടന്നു പോകുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ മ്ലേച്ഛമായ സകല കാര്യങ്ങളെയും നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ യഥാർത്ഥ ഹൃദയമായി പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവത്തിൽ കയറുന്നത്, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ കണ്ടെത്തും. അല്ല, നിങ്ങൾ മ്ലേച്ഛ വിഗ്രഹങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നടന്നാൽ നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കും. അതിന്റെ പരിണിതഫലം വലിയ ഭയാനകമാണ്. ദൈവത്തെ കൂടാതെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടത കൊണ്ട് നിറയപ്പെട്ടതാണ്. ദൈവത്തെ കൂടാതെയുള്ള ജീവിതം മുള്ളും പറക്കായും കൂടെ നിറയപ്പെട്ട ഭൂമിയിൽ അത് ശരീരത്തെ കുത്തി നോവിക്കുന്നത് പോലെ ദൈവത്തെ കൂടാതെയുള്ള ജീവിതം വളരെ ഭയാനകമാണ്. അതുകൊണ്ട് മ്ലേച്ഛമായതിനെ എല്ലാം നീക്കിക്കളയണം. ഈ മ്ലേച്ഛമായ വിഗ്രഹം എന്ന് പറയുന്നത് മദ്യപാനം ഒരു മ്ലേച്ഛമായ വിഗ്രഹമാണ്. പുകവലി, മുറുക്ക്, മസാല തീറ്റികള്, പാൻ മസാലകള്, തമ്പാക്ക്, മയക്കുമരുന്നുകൾ, ഇതെല്ലാം മ്ലേച്ഛ വിഗ്രഹത്തോട് ചേർത്ത് പഠിക്കാൻ കഴിയും. വ്യഭിചാരവും ദുഷ്കർമ്മവും പിടിച്ചുപറിയും മോഷണവും അത്യാഗ്രഹവും ദിവ്യാഗ്രഹവും വാണിഭങ്ങളും അലിയ മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടിയുള്ള നിന്റെ ഓട്ടോ, സ്ഥാനമാനങ്ങളും അധികാരങ്ങളും അധികാരത്തിലുള്ള വടംവലിയും കസേരയും തെരഞ്ഞെടുപ്പും പണമിറക്കം, കൈക്കൂലി, അഴിമതി, ഇതെല്ലാം മ്ലേച്ഛ വിഗ്രഹങ്ങളാണ്. നിങ്ങളുടെ സ്വഭാവത്തിൽ ഇത് ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നീക്കിക്കളയണം. ദുഷ്ടതയും ചതിയും വ്യാജഭാവവും അസൂയും എല്ലാം നുണയും മ്ലേച്ഛ വിഗ്രഹങ്ങളാണ്. വീടുകൾ തോറും പറഞ്ഞ് നുണ പറയുന്ന സഹോദരിമാർ പറയട്ടെ, മ്ലേച്ഛ വിഗ്രഹമാണ് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. പട്ടണത്തിന്റെ തെരുക്കോണുകളിൽ പോയിരുന്ന് വാച്ച് പൊട്ടിക്കുന്ന സഹോദരന്മാരെ, ദൈവദാസന്മാരെ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹം. അതുകൊണ്ടാണ് നീ അത് പറയുന്നത്. നിന്റെ സഹോദരനെ കുറിച്ച് കുറ്റം പറഞ്ഞ്, നിന്റെ സഹോദരിയെ കുറിച്ച്, നിന്റെ സഹോദരനെ കുറിച്ച് അപമാനം പറയുന്നത് നിന്റെ ഉള്ളിൽ മ്ലേച്ഛ വിഗ്രഹം ഇരിക്കുന്നത് കൊണ്ടാണ്. നീ അധികാരത്തിന് വേണ്ടി സഭയ്ക്കകത്ത് പ്രസ്ഥാനം തമ്മിലടിക്കുന്നത്, നീ കോടതി കയറി ഇറങ്ങി കേസ് കൊടുക്കുന്നത്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളിൽ കേസ് കൊടുക്കുന്നത് ഒരു മ്ലേച്ഛ വിഗ്രഹം നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നീ കൊള്ള പലിശ വാങ്ങുന്ന ഒരു മ്ലേച്ഛ വിഗ്രഹം നിന്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അയൽവാസ അതിര് തോണ്ടുന്നത്, അപ്പനെയും അമ്മയും അടിക്കുന്നത്, അപ്പനെയും അമ്മയും ഓൾട്ടേജ് ഹോമിയോട് തള്ളുന്നത്, മക്കളെ ഓർഫനേജ് കൊണ്ട് തള്ളുന്നത്, അപ്പനെയും അമ്മയും തീർത്ഥാടന കേന്ദ്രത്തിൽ കൊണ്ട് തള്ളിയിട്ട് പോകുന്നത് എത്ര കാഴ്ചയാ. നിന്റെ ഉള്ളിലെ മ്ലേച്ഛ വിഗ്രഹമാണ് ഇതിനെല്ലാം കാരണം. ഹല്ലേലൂയ. നീ കൈക്കൂലി വാങ്ങുന്നത് മ്ലേച്ഛ വിഗ്രഹമാണ്. നിന്റെ അഴിമതി മ്ലേച്ഛ വിഗ്രഹമാണ്. ജ്ഞാനമുള്ള ഭാവം, ഹുങ്കാരം, നിന്റെ ഉള്ളിലെ സ്വയത്വം, അതൊക്കെ നീ നീക്കിക്കളഞ്ഞ് നീ ഒരു ശുദ്ധീകരണം വരുത്തണം. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നിന്റെ ഉള്ളിലുണ്ട്. ഭാര്യ അടിക്കുന്നത്, ഭർത്താവിനെ അടിക്കുന്ന, അപ്പനെ അമ്മയെ അടിക്കുന്ന മ്ലേച്ഛ വിഗ്രഹമാണ്. ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീ കൂടെ പൊറുക്കുന്നത്, ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റ് പുരുഷന്മാരുടെ പോളിപ്പോകുന്നത്, കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് മ്ലേച്ഛ വിഗ്രഹം അവരുടെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആമ സ്വന്തം ഉദരത്തിൽ ആമ ഉണ്ടായ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. കഴിഞ്ഞ 3 കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് സൗകര്യം മറ്റൊരു പുരുഷന്റെ കൂടെ ഓടിപ്പോയി.
അവളുടെക്കുള്ളിൽ മിളച്ചതയാണ്. അപ്പനെയും അമ്മയും ബഹുമാനിക്ക് ആദരിക്കാതെ വാക്ക് കേൾക്കാതെ നിനക്കൊരു 18 വയസ്സായി 20 വയസ്സായി കഴിയുമ്പോൾ അടുത്ത മറ്റേതോ ദേശത്തുകളെ ചെറുക്കനെ വിളിച്ചതിന് വീട്ടിൽ കൊണ്ടുവന്ന് അവനുമായിട്ട് ഒളിച്ചുകൊടുന്ന് മ്ലേച്ഛ വിഗ്രഹം നിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ശരിയായി നീ ഡ്രസ്സ് ധരിക്കാതെ മ്ലേച്ഛ വിഗ്രഹം ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടില്ലേ, മനുഷ്യന്റെ ശരീരത്തിൽ വസ്ത്രമില്ല. അറ്റപ്പറ്റ മുട്ടുന്ന പോലെ അവിടെ ഇവിടെ ഏച്ചി യോജിപ്പിച്ചതുപോലെ പല സ്ഥലത്തും കീറിയൊക്കെ അല്ലെ ഇട്ടിരിക്കുക. കഴിഞ്ഞിടെ കണ്ടില്ലേ, വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ആ വസ്ത്രമില്ലാതെ മുമ്പും പുറകും പൊത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടില്ലേ? ലേലിയ, മ്ലേച്ഛ വിഗ്രഹം നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് നീ മ്ലേച്ഛമായതെല്ലാം പ്രവർത്തിക്കും. അതുകൊണ്ട് അറ്റപ്പറ്റ എത്താത്ത മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ പൊതുവിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നീ പണം ഉണ്ടാക്കി അതുകൊണ്ട് കൊയ്ത്തുന്ന അതുകൊണ്ട് നീ സുഖലോലുപ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിനകത്ത് പുണ്ണു വരുമെന്നാണ്. നിന്റെ ഉള്ളിലിരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹം നിന്നെ എപ്പോഴും രക്ഷിക്കത്തില്ല. ലേലിയ, മാനസാന്തരപ്പെടണം കേട്ടോ. ആസിയുടെ കാലഘട്ടത്തിൽ ആ ദേശത്തുണ്ടായിരുന്ന സകല മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞ് ഒരു നവീകരണം വരുത്തിയതുപോലെ നീ നിന്റെ ജീവിതത്തിൽ ഒരു നവീകരണം വരുത്തണം. പ്രൈസോ. നിന്റെ കൂട്ടുകാരനെ കുറിച്ച് നീ യേശുവിനെ പറയരുത്. നിന്റെ സഭ വിശ്വാസിയെ കുറിച്ച് യേശുവിനെ പറയരുത്. നിന്റെ ദൈവദാസനെ കുറിച്ച് ഭാഷയെ കുറിച്ച് യേശുവിനെ പറയരുത്. ലേലിയ, സ്തോത്രം. ക്രൈസ്തവ വിഭാഗത്തെ ഉപദ്രവിക്കുന്ന തീവ്രവാദികളോട് പറയട്ടെ, ഭീകരവാദികളോട് പറയട്ടെ, വർഗീയവാദികളോട് നിന്റെ ഉള്ളിലിരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹമാണ് ഈ ക്രൈസ്തവ ജനത്തെ കശാപ്പിക്കാൻ ഒരുങ്ങുന്നത്, രക്തം ചൊരിക്കാൻ ഒരുങ്ങുന്നത്. നീ നവീകരണത്തിലൂടെ മടങ്ങി വന്നില്ലെങ്കിൽ ദൈവം നിന്നെ തൊടുവാൻ സമയമധികമില്ല. കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഒരു സഹോദരി പറഞ്ഞിട്ട്, ഞങ്ങൾ ക്രൈസ്തവരെ ഇനിയും ക്രിസ്ത്യാനികൾ ഇനിയും തല്ലും വെട്ടും കൊല്ലും കുത്തും തൂക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? മ്ലേച്ഛത ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാ. ലേലിയ, പെന്തക്കോസുകാർ മതപരിവർത്തനം നടത്തുന്നതെന്ന് പറഞ്ഞില്ലേ? മ്ലേച്ഛ വിഗ്രഹം ഇരിക്കുന്നുണ്ട്. പെന്തക്കോസുകാരൊന്നും മതപരിവർത്തനം ചെയ്യുന്നവരല്ല, ആരെയും മതം മാറ്റാറില്ല. അവർക്ക് നൽകിയിരിക്കുന്ന സുവിശേഷന്റെ വെളിച്ചവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അത് കേട്ട് ചെന്ന് മാനസാന്തരപ്പെടും. അത് മതപരിവർത്തനമല്ല, മനസ്സിന്റെ പരിവർത്തനമാണത്. നവീകരണം നടക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ. അല്ലേലിയ. അപ്പം മുമ്പ് ആവർത്തിച്ചു വന്ന ജീവിതത്തിലെ പാപസ്വഭാവങ്ങളെ മുഴുവൻ അവൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുമ്പോൾ അതൊരു മതമാറ്റമല്ല, അവരുടെ ജീവിതത്തിനകത്തൊരു മാനസാന്തരം ഉണ്ടാകുന്നതാണ്. ലേലിയ, സ്തോത്രം. നിങ്ങൾ പറയുന്ന മതപരിവർത്തനം നടത്തിയെന്നുണ്ടെങ്കിൽ ഇവിടെ മതപരിവർത്തനത്തെ ജനങ്ങളെല്ലാം ഈ നാട്ടിൽ തന്നെ ഇല്ലേ, കേരളത്തിൽ തന്നെ ഇല്ലേ, ഭാരതത്തിൽ തന്നെ ഇല്ലേ? അവർ നാട് വിട്ടു പോയില്ലല്ലോ. അല്ലല്ലേ, അവരുടെ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ സഹോദര സ്നേഹം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അസരിയ പ്രവാചകൻ വന്ന ആസിയോട്, നീ ദേശത്ത് ഒരു നവീകരണം ആവശ്യമാണ്, ശുദ്ധീകരണം ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ആസ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് എല്ലാ ജനത്തെയും വിളിച്ചുകൂട്ടി ദേശത്തെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞ്, ലേലിയ, മ്ലേച്ഛ വിഗ്രഹങ്ങളെ ദേശത്ത് നിന്ന് എഫ്രൈം നാട്ടിൽ എല്ലാം പിടിച്ചിരുന്ന പട്ടണങ്ങളിലും നിന്ന് മ്ലേച്ഛ വിഗ്രഹങ്ങൾ നീക്കിക്കളയും. യഹോവയുടെ മണ്ഡപത്തിന് മുമ്പിലുള്ള യഹോവയുടെ യാഗപീഠം പുതുക്കുകയും ചെയ്തു. അത് നിന്റെ യാഗപീഠത്തെ, നിന്റെ ഹൃദയമാകുന്ന യാഗപീഠത്തെ നീ പുതുക്കിയെടുക്കണം. ലേലിയ, പുതിയ നിയമത്തിലേക്ക് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നു, റോമാലേഖനം 12:1, എന്നാൽ ദൈവത്തിന്റെ മനസ്സരെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഹല്ലേലൂയ. നീ ഒരു യാഗപീഠത്തിന്റെ ഹൃദയമാകുന്ന യാഗപീഠത്തിനകത്തുള്ള സകല മ്ലേച്ഛതയെ നീ നീക്കിക്കളഞ്ഞ് നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടണം. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിത് ചുറ്റും തോട് കീറി വിറകടുക്കി യാഗവസ്തുവിനെ കിടത്തി. ഹല്ലേലൂയ. എല്ലാം നനച്ചു. ഏലിയാവ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, സ്വർഗം തീയിറങ്ങി. ഹല്ലേലൂയ. അന്ന് അവിടെ കൂടുന്ന ബാലിന്റെ അശേരയുടെ സകല മ്ലേച്ഛ വിഗ്രഹങ്ങളിൽ സകല പ്രവാചകന്മാരെയും നീക്കിക്കളഞ്ഞു. നീക്കേണ്ടതിനെല്ലാം നീക്കിക്കളയണം. ശുദ്ധീകരണമാണ് ആവശ്യം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം തന്നെ ശുദ്ധീകരണമാണ്. അപ്പൊ ആസിയുടെ ആ കാലഘട്ടം ഉണർവെന്ന് പറയുമ്പോൾ ഒരു വലിയ ശുദ്ധീകരണമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിന് വചനം പറയുമ്പോൾ ദേശത്തു നിന്നെല്ലാം മ്ലേച്ഛ വിഗ്രഹങ്ങൾ നീക്കിക്കളയുക എന്നതായിരുന്നു ആസിയുടെ ഒന്നാമത്തെ നവീകരണം. ആസിയുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ ആകർഷ്ടരായ വടക്കൻ ഗോത്രങ്ങളിലുള്ള അനേകരും യെരൂശലേമിൽ തിരിച്ചു വന്നു. ഹല്ലേലൂയ. ആസിയുടെ നവീകരണ മുഖാന്തരം വടക്കൻ ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളും യെരൂശലേമിലേക്ക് തിരിച്ചു വന്നു. അപ്പം ദൈവത്തിന്റെ തിരുമാസമുള്ള യെരൂശലേമിലേക്ക് തീർത്ഥയാത്ര പോകാതിരിക്കാനായി വടക്കൻ ദേശമായ ഇസ്രായേലിലെ രാജാക്കന്മാർ ഉയർന്ന കുന്നുകളിൽ പലയിടത്തും മ്ലേച്ഛ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്നു.
അപ്പം ദൈവത്തിന്റെ അല്ലെലിയ സ്തോത്രം നാമമുള്ള അല്ലെലിയ യെരൂശലേമിലേക്ക് തീർത്ഥാടനം പോകാതിരിക്കാൻ വേണ്ടി അല്ലെലിയ അന്ന് ഇസ്രായേലിലുണ്ടായിരുന്ന രാജാക്കന്മാർ എന്ത് ചെയ്തു? ഉയർന്ന കുന്നുകളിലെല്ലാം മ്ലേച്ഛ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നു. ആ വിഗ്രഹാരാധനയോട് വെറുപ്പ് തോന്നിയ ഇസ്രായേലിനെ ആയിരിക്കാം യെരൂശലേമിലേക്ക് മടങ്ങി വന്നത്. അന്ന് ആ കുന്നുമേൽ സ്ഥാപിച്ച മ്ലേച്ഛ വിഗ്രഹങ്ങളോട് വെറുപ്പ് തോന്നി ഇസ്രായേൽ എന്ത് ചെയ്തു? ആസിയുടെ നവീകരണ കാലഘട്ടത്തിൽ അവർ യെരൂശലേമിലേക്ക് മടങ്ങി വന്നത്. അപ്പൊ അവരെല്ലാവരും ഒത്തൊരുമിച്ച് ദൈവത്തെ അന്വേഷിച്ചു കൊള്ളാമെന്ന് ഒരു ഉടമ്പടി ചെയ്തു. അതാണ് നമ്മൾ വായിച്ച വചനം. അത് 2 കൊരിന്ത്യർ പുസ്തകം 15:12-13. നവീകരണ വേളകളിൽ കുന്നിന്മേൽ രാജാക്കന്മാർ സ്ഥാപിച്ചിരുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെല്ലാം നീക്കിയിട്ട് മടങ്ങി വന്ന ഇസ്രായേൽ എടുത്ത തീരുമാനമാണ്. ഒന്നുകൂടെ വായിക്കാം. പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്ത മരണശിക്ഷ അനുഭവിക്കണമെന്ന് ഒരു നിയമം ചെയ്യുക. അല്ലേലിയ കഠിനമായ നിയമമാണ്. മടങ്ങി വരിക. അപ്പൊ എന്ത് ചെയ്തു? ഹൃദയത്തിന്റെ അകത്തെയും ജീവിതത്തിലെയും സ്വഭാവത്തിലെയും നിരൂപണത്തിലെയും നോട്ടത്തിലെയും കേൾവിയിലെയും നിന്റെ കൈകളിലെ നിന്റെ ജീവിതത്തിലെ നടപ്പിലുള്ള എല്ലാ മ്ലേച്ഛ വിഗ്രഹങ്ങളെയും നീക്കിക്കളയണം. അല്ലേലിയ ഇന്ന് ആരാധനയ്ക്ക് പോകാതെ, പ്രാർത്ഥനയ്ക്ക് പോകാതെ, ദൈവത്തെ അന്വേഷിക്കാതെ മൊബൈലിൽ കളിച്ചിരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹമാണ്. അല്ലേലിയ അശ്ലീലമായതെല്ലാം കാണുന്ന ഒരു മ്ലേച്ഛതയല്ലേ? മടങ്ങി വരണം കേട്ടോ. ദൈവം നിന്റെ കുടുംബത്തെ ആദരിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിനകത്തൊരു നവീകരണത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുക. നിന്റെ തകർന്നു കിടക്കുന്ന ജീവിതത്തെ, നിന്റെ ഉടഞ്ഞു കിടക്കുന്ന ജീവിതത്തെ ആർക്കും കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നസങ്കീർണമായി തകർന്നു പോയി നിന്റെ ജീവിതത്തെ ദൈവം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു നവീകരണം നിന്റെ ഉള്ളിലും നിന്റെ കുടുംബത്തിന്റെ ഭവനത്തിലും തരാൻ പോവുകയാണ്. പ്രൈസലോ. നിന്റെ ജീവിതത്തിനകത്തെ മ്ലേച്ഛമായ സകലത്തെ നീക്കിക്കളഞ്ഞ് നീ പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിന്റെ പിതാക്കന്മാർ ആരാധിച്ചു വന്നിരുന്ന ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സേവിക്കുന്നെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് ഒരു കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി നീ സേവിക്കുന്നെങ്കിൽ നിന്റെ ഇന്നിന്റെ കഷ്ടതകളെ മുഴുവൻ ദൈവം മാറ്റിത്തരും. നീ കടന്നു പോകുന്ന മേഖലകൾക്ക് മുമ്പിലെല്ലാം വെളിച്ചം വീശുവാൻ തുടങ്ങും. സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവി, നീ പകൽ സൂര്യന്റെ വെളിച്ചത്തിലാണ് നടക്കുന്നെങ്കിലും നിന്റെ ജീവിതം കൂടി ഇരുളല്ലേ? കടം കൊണ്ട്, പ്രാരാബ്ദം കൊണ്ട്, ദുഃഖം കൊണ്ട്, സങ്കടം കൊണ്ട് വിവിധ ക്രിമിനൽ കേസുകളിലകപ്പെട്ട കോടതി ദൂരം കയറി ഇറങ്ങി സമാധാനമില്ല, അധ്വാനിക്കുന്ന മുഴുവൻ നഷ്ടപ്പെട്ട് ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെ എല്ലാം ശൂന്യമായ അനുഭവമല്ലേ? നിന്നെ കണ്ടാൽ ആരും പറയില്ല. നീ കണ്ടാൽ പകൽ വെളിച്ചത്തിൽ നല്ലവണ്ണം നടക്കുന്ന, പക്ഷെ നിന്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ ഇരുളാണ്. അല്ലേ? നിന്റെ ഹൃദയത്തിനകത്തെ ഇരുളിനെ മാറ്റിത്തരുവാൻ ദൈവം ആഗ്രഹിക്കുക. നീ ഒന്ന് മടങ്ങി വന്ന് ദൈവത്തിന് ലേപ്പിച്ചു കൊടുത്താൽ, നിന്റെ കുടുംബത്തെ ദൈവത്തിന് സമർപ്പിച്ചാൽ നിന്റെ അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റം തരും. അപ്പൊ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ അല്പസ്വല്പമായോ നിസ്സാരമായോ അല്ല അന്വേഷിക്കേണ്ടത്. കർത്താവിനെ അന്വേഷിക്കുന്നത് അല്പസ്വല്പമായോ അല്ലെങ്കിൽ പിന്നെ ആട്ടെ, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ, അങ്ങനെ ആട്ടെ എന്നൊക്കെ അല്ല. കർത്താവിനെ അന്വേഷിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണമെന്നാണ് രാജാവായ ആസിയോട് ദൈവം പറഞ്ഞതും പ്രവാചകൻ പറഞ്ഞതും. പ്രവാചകന്റെ കൽപ്പന കേട്ട് ആസ ജനത്തോട് പറഞ്ഞത് തന്നെയാണ്. നിങ്ങളെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കണം. ഇല്ലരിയ ആസ എന്ന ആ വാക്കിന്റെ അർത്ഥം വൈദ്യൻ എന്ന അർത്ഥം. ആസ എന്ന വാക്കിന്റെ അർത്ഥം വൈദ്യൻ എന്ന, അല്ലേ? ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, അല്ലേ? അപ്പൊ അവൻ ഇസ്രായേലിയർക്ക് നൽകിയ മരുന്നും ഗുളികകളും ടോണിക്കുകളുമെല്ലാം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണമെന്നുള്ളതായിരുന്നു. ആസ എന്ന വാക്കിന്റെ അർത്ഥം വൈദ്യൻ. ഇസ്രായേലിന്റെ ഹൃദയത്തിനകത്തും ജീവിതത്തിൽ മുഴുവൻ, കുടുംബത്തിൽ മുഴുവൻ, ദേശത്ത് മുഴുവൻ മ്ലേച്ഛ വിഗ്രഹങ്ങളെ കൊണ്ട് നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഇസ്രായേലിന്റെ ദൈവത്തെ മറന്നപ്പോൾ, തങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വന്ന് ദൈവമായ യഹോവയെ അവർ വിട്ടുമാറിയപ്പോൾ, അവരുടെ ഉള്ളിലെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കി അവരെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ വേണ്ടി ആസ അവർക്ക് കൊടുത്ത നൽകിയ മരുന്നുകൾ, ഗുളികകൾ, ടോണിക്കുകളെല്ലാം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം എന്നുള്ള മരുന്നായിരുന്നു. നമ്മളിപ്പോ രോഗത്തിന് ഡോക്ടറെ കാണാൻ പോയാൽ നമ്മുടെ രോഗവിവരം പറഞ്ഞു കഴിയും, പല ടെസ്റ്റുകളും ഒക്കെ ചെയ്യും, അല്ലേ?
എന്നിട്ട് ഡോക്ടർ പഠിച്ചതനുസരിച്ച് കുറെ ഗുളികകളും കുറെ മരുന്നുകളും ഒക്കെ എഴുതി നമ്മളത് വാങ്ങി വരിക നമ്മുടെ ശരീരത്തിന്റെ രോഗം മാറുവാൻ. അതുകൊണ്ട് ശരീരത്തിന്റെ രോഗം മാറും, ഹൃദയത്തിന്റെ രോഗം മാറിയില്ല. നിന്റെ ഹൃദയത്തിന്റെ അകത്തെ രോഗം മാറണമെങ്കിൽ, മ്ലേച്ഛ വിഗ്രഹത്തെ നീ ഇറക്കി നിന്റെ ഹൃദയത്തിനകത്ത് നവീകരണം വരുത്തണമെങ്കിൽ, ആമീൻ, ആശ്രയസാജനത്തോട് ഉപദേശിച്ച് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ അന്വേഷിക്കണം. അത് നിയമം ചെയ്യായിരുന്നു അല്ലെ? അപ്പൊ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം എന്ത് ചെയ്യും? ആനന്ദിക്കുന്നു എന്നാണ്. കർത്താവിനെ അന്വേഷിക്കുന്ന ഹൃദയത്തിനകത്തും ആനന്ദം ഉണ്ടാവും. കർത്താവായ യേശു ക്രിസ്തുവിനെ ആരെല്ലാം അന്വേഷിക്കുന്നു അവരുടെ ഹൃദയത്തിനകത്ത് ആനന്ദവും സന്തോഷവും കൊണ്ട് നിറയപ്പെടും. അതാണ് 103-ാം സങ്കീർത്തനം 105-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം പറയുന്നത്. 105-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയുന്നത്, അവർ പാടുവിൻ, അവർ കീർത്തനം പാടുവിൻ, അവന്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ. അത് ദൈവത്തിന് പാടണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കാതെ എന്തെല്ലാം പ്രശ്നം കൊണ്ട് എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും അവയെ മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കണം. ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് മ്ലേച്ഛ വിഗ്രഹങ്ങൾ കയറിക്കൂടരുത്. ശനിയാഴ്ച രാവിലെ ഒരു കുഴപ്പമില്ല. ശനിയാഴ്ച ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ ആരാധനയ്ക്ക് പോകുന്ന കാര്യം ഓർത്തപ്പോൾ അന്ന് മടിയ, അന്നാ തിരക്ക്. ജോലിക്ക് പോകണം, ജോലിക്ക് ചെന്നില്ലെങ്കിൽ എന്ത് പറയും? ഇന്നൂടെ ജോലിക്ക് പോയാലേ എന്ത് സമ്പാദിക്കാൻ പറ്റുള്ളൂ, വീട് അന്വേഷിക്കാൻ പറ്റുള്ളൂ, കടത്ത് തീർക്കാൻ ബ്ലേഡുകാർ കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നൂടെ ജോലിക്ക് പോയില്ലേ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും. നിന്റെ ഉള്ളിലെ മ്ലേച്ഛ വിഗ്രഹങ്ങൾ നീക്കിക്കളയണം സഹോദരി സഹോദരൻ. ഇതൊക്കെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. ഞായറാഴ്ച പണിക്കുന്നില്ലെങ്കിൽ ജോലിക്കുന്നില്ലെങ്കിൽ മാനേര് മുതലാളി അതും പറയുന്നു. നീ മുതലാളിയല്ല നിന്റെ ദൈവം, മുതലാളിയല്ല നിന്റെ ദൈവം. നിന്റെ ദൈവം യഹോവയായ ദൈവം, നിന്റെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാ. നിന്റെ ഉള്ളിൽ മ്ലേച്ഛ വിഗ്രഹം ഇരിക്കുന്നതുകൊണ്ടാണ് കർത്താവിനെ നീ മഹത്വപ്പെടുത്താൻ സ്തുതിക്കുക. നീ ഞായറാഴ്ച കല്യാണത്തിനും ടൂറിനും പെരുന്നാളിനും നോമ്പിലും ഒക്കെ എടുത്ത് നീ പോകുന്നതും ജോലിക്ക് പോകുന്നതും ഒക്കെ നിന്റെ ഉള്ളിലിരിക്കുന്ന അശുദ്ധമായതിനെ നീ നീക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിന്റെ ഉള്ളിലെ എല്ലാം നീ നീക്കിക്കളയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 105-4 വാക്യങ്ങൾ പറയുന്നത് ഹല്ലേലൂയ പറയുന്നത് എന്താണ് വായിക്കുന്നത്? സ്തോത്രം 3:4, അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവന്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ. ഹല്ലേലൂയ സ്തോത്രം. അടുത്തത് പറയാണ്, അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. 4-ാം വാക്യം പറയും, യഹോവയെ അവന്റെ ബലത്തെയും തിരിവിൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പിൻ. 105-ാം സങ്കീർത്തനം 1, 2, 3, 4 വാക്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ വായിച്ച നിങ്ങൾ കേട്ടിച്ച് അതിന്റെ 3, 4 വാക്യങ്ങളിൽ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർ സന്തോഷിക്കുമെന്നാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർ സന്തോഷിക്കും, അവർക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല. അവരുടെ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും ദൈവം നീക്കും. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവർ സന്തോഷിക്കും. ത്രിവിധമായ 3 വിധത്തിലുള്ള അന്വേഷണമാണ് അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. ദൈവത്തെ എങ്ങനെ അന്വേഷിക്കണം? 1, കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തിനുള്ള കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവന്റെ ബലത്തെ അന്വേഷിക്കണം. 2, ശുശ്രൂഷയ്ക്ക് വേണ്ടി 1 കരുണയ്ക്ക് വേണ്ടി അവനെ അന്വേഷിക്കണം. 2, ശുശ്രൂഷയ്ക്കുള്ള ബലത്തിന് വേണ്ടി അവനെ അന്വേഷിക്കണം. അപ്പൊ സന്തോഷത്തിൽ അവന്റെ മുഖത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞ ഒരു വിശ്വാസിയുടെ സകല ആവശ്യങ്ങൾക്കും ദൈവത്തെ മാത്രമാണ് അന്വേഷിക്കേണ്ടത്. 3, ഒന്നാമത്തെ കാര്യം എന്താ? കരുണയ്ക്ക് വേണ്ടി. 2, നമ്മുടെ ശുശ്രൂഷയുടെ ബലത്തിന് വേണ്ടി. 3, നമ്മുടെ വിശ്വാസിയുടെ സകല ആവശ്യങ്ങൾക്കും വേണ്ടി നാം ദൈവത്തെ വേണം അന്വേഷിക്കാൻ. നിന്റെ സകല ആവശ്യങ്ങൾക്കും നീ ദൈവത്തെ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ എൻ്റെ ജീവിതാനുഭവം ഒരുപാട് എനിക്ക് പങ്കുവെക്കുവാനുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടതയുടെ, പ്രയാസത്തിന്റെ, നൊമ്പരത്തിന്റെ, ഞെരുക്കത്തിന്റെ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കടന്നുപോയ അനുഭവ സന്ദർഭങ്ങളുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും മാനുഷിക മുഖം അന്വേഷിച്ച് പരാജയപ്പെട്ട് നിരാശപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ മുഖം അന്വേഷിച്ചാൽ അവിടെ യാതൊരു പ്രയോജനം ഉണ്ടാകില്ലെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. ഒരുപാട് കഷ്ടതകൾ നടുവില്, പ്രതിസന്ധികൾ നടുവിൽ യാത്ര ചെയ്യുമ്പോൾ അന്നും ഇന്നുമെല്ലാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഞാൻ യഹോവയെ അന്വേഷിക്കുക. ഹല്ലേലൂയ. അത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ
അവന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ, അവന്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നീ ഒരിക്കലും ആമൻ ആമൻ ദുഃഖിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് 34 സംഗീതങ്ങൾക്ക് വായിക്കുക, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായവരുടെ മുഖവും ലജ്ജിച്ചു പോയതില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നീ ആരെയാണ് നോക്കുന്നത്? ആരെയാണ് നീ നോക്കുന്നത്? ആരെ നോക്കിയാണ് നീ യാത്ര ചെയ്യുന്നത്? എന്റെ ഹരിയ സ്തോത്രം. ജീവിതത്തിന്റെ നാനാ മേഖലയിലും പ്രതിസന്ധികൾ കടന്നു വരും. അല്ലേ? എന്നോട് ഒരുപാട് പേര് ഹെൽപ്പ് ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആവശ്യമുള്ള ഒരു കുഞ്ഞിനെ പോലും കാണാനില്ല, ഫോൺ പോലും എടുക്കത്തില്ല. പ്രതിസന്ധികൾ രൂക്ഷമായി നിന്ന സമയത്ത്, സാമ്പത്തികമായി വളരെ ഞെരുങ്ങുന്ന സമയത്ത്, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കാമെന്ന് പറഞ്ഞ പലരെയും വിളിച്ചു നോക്കിയിട്ടുണ്ട്. അന്നും ഇന്നും അവർ ഫോൺ എടുത്തിട്ടില്ല. മാനുഷികമായ മുഖങ്ങളെല്ലാം മറയും, മാനുഷികമായ വാക്കുകളെല്ലാം മാറിപ്പോകും. പക്ഷേ പ്രവാചകന്റെ വാക്ക് കേട്ട് ആശ ഹൃദയത്തിൽ ധൈര്യമെടുത്തി സാഹചര്യത്തോട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടി നീ ദൈവത്തെ അന്വേഷിച്ച് നിന്റെ ഹൃദയത്തിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞ് യഹോവയുടെ യാഗപീഠം പുതുക്കി പണയുവാൻ ആമിന്റെ വലിയ ജനം ഒന്നിറങ്ങാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിന്റെ കഷ്ടതകളെ മാറാൻ തുടങ്ങി. രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഏതെല്ലാം നൊമ്പരമാണ് നീ അനുഭവിക്കുന്നത്? ഏതെല്ലാം പ്രതിസന്ധിയാണ് നീ അനുഭവിക്കുന്നത്? ഏതെല്ലാം സങ്കടകരമായ അനുഭവത്തിലാണ് കടന്നു പോകുന്നത്? ജീവിതം തല ഉയർത്തി നിൽക്കുവാൻ കഴിയാതെ നീ വളരെ കടക്കണിയിലല്ലേ, സങ്കടമല്ലേ നിന്നെ നേരിടുന്നത്? അല്ലേരിയ, നീ എന്തിന് ജീവിക്കണമെന്നുള്ള ചിന്ത പോലും നിന്റെ മനസ്സിൽ കടന്നു വരുന്നില്ലേ? പ്രൈസ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധന്മാർ പറഞ്ഞ ശക്തമായ ദൂത്, ആമേൻ. ദൈവത്തിന് നിന്നെ വിടുവിക്കുവാൻ കഴിയും, യേശുവിന് നിന്നെ വിടുവിക്കുവാൻ കഴിയും. നിന്റെ കുടുംബത്തിന്റെ സകല സ്ഥിതികളും അറിയുന്നവൻ കർത്താവാ. ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവൻ കർത്താവാ. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് മെച്ചമായ സ്വഭാവങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് നിന്റെ സ്വഭാവ രൂപീകരണം ആവശ്യമാണ്. യഥാർത്ഥമായി നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ആമേൻ അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അല്ലേരിയ, അവൻ നിന്നെ കൈവിട്ട് കളയുന്നവനല്ല. അല്ലേരിയ, അവൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാ, യേശുവിന്റെ നാമത്തിൽ. അല്ലേരിയ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് മാറണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ ദുഃഖങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ നിന്റെ ദുഃഖങ്ങൾ മാറണം നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ കടക്കിണിയും ദൈവം നിന്നെ മോചിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ആ കടക്കിന് മോചനം പ്രാപിക്കണം നിനക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ, നിന്റെ സ്വഭാവങ്ങളെയൊക്കെ നീ മാറ്റി നിന്റെ ഹൃദയത്തിനകത്ത് അന്തർഭാഗത്ത് ഒരു ശുദ്ധീകരണം നടക്കണം. രക്തം ചെയ്യും. അല്ലേരിയ, സ്തോത്രം. കുടുംബത്തിനകത്ത് ഭർത്താവ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട്. അല്ലേരിയ, വൈകിട്ട് ഭാര്യ മക്കളുമായിട്ട് കാത്തി ഭവനത്തിനകത്തിരിക്കുക. ഭർത്താവ് വന്നിട്ട് വേണം കടയിൽ പോകാൻ. കടയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടുവന്ന് വേണം വൈകിട്ട് കഞ്ഞി വെക്കുന്ന അനവധി വീടുകൾ എന്തുകൊണ്ട്? അല്ലേരിയ. പക്ഷെ ഭർത്താവ് വൈകിട്ട് വരുമ്പോൾ രാത്രി തുമ്പിയെ പിടിക്കാൻ പോയതുപോലെ വരുന്നേ. ഇരുട്ടത്ത് തുമ്പിയെ പിടിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? അല്ലേരിയ എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് തുമ്പിയെ പിടിക്കാൻ പോകുന്നത് പോലെ പല ഭർത്താക്കന്മാരും വൈകിട്ട് വരുന്നത്. ഭാര്യയും മക്കളും വീട്ടുമുറ്റത്ത് കാവലിരിക്കുക. അപ്പം വന്നിട്ട് വേണം വല്ലതും മേടിക്കാൻ. പക്ഷെ അപ്പം വരുന്ന കോലം കണ്ടില്ലേ? വന്ന് കയറി കഴിയുമ്പോൾ പോക്കിൻ്റെ ഒന്നുമില്ല. ഉണ്ടായിരുന്ന വഴിയിൽ പിടിച്ചെടുത്തു. പ്രൈസലോ. കഴിഞ്ഞ ദിവസം എൻ്റെ കണ്ടുകൊണ്ട് ഞാനൊരു കാര്യം കണ്ടു. അല്ലേരിയ, ഒരു ഭവനത്തിനകത്ത്, വീട്ടിനകത്ത് സാധനങ്ങൾ വാങ്ങുവാൻ വൈകിട്ട് 7 മണി വരെ അവർ കാത്തിരുന്നിട്ടുണ്ട്. ഭർത്താവ് വന്ന് അടിച്ച് പൂക്കുറ്റിയായ 4 കാലില വന്നിട്ട് അവിടത്തിന് ഡ്രസ്സൊക്കെ അങ്ങോട്ട് ഊരിക്കളഞ്ഞ്, അല്ലേരിയ, പിന്നെ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട്, അല്ലേരിയ, അമ്മയും മക്കളുമുള്ള 10, 15, 16, 17 വയസ്സുള്ള പെൺകുട്ടിയുള്ള വീട്ടിനകത്ത് അപ്പനൊരു അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് പുള്ളി നിൽക്കുക. കാരണം കള്ളല്ലേ. എന്നിട്ട് ആ അപ്പനും ആ അമ്മയും മക്കളും എന്ത് ചെയ്യുന്നു? അപ്പന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ട് ഓടി കടയിലോട്ട് പോകാൻ. എന്റെ ഏരിയ സ്തോത്രം. അങ്ങനത്തെ എത്ര കുടുംബങ്ങൾ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം കേട്ടോ. അല്ലേ ഏരിയ, നിങ്ങളുടെ കുടുംബം അങ്ങനെയാണോ? എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നീ അധ്വാനിക്കുന്ന പൈസ കള്ള് ഷാപ്പുകാർക്ക് നീ കൊടുക്കണോ? ബാറുകാർക്ക് കൊടുക്കണോ? ബീവറേജിന് കൊടുക്കുകയാണോ? നിന്റെ അധ്വാന പൈസ നീ ചൂതാട്ട കേന്ദ്രങ്ങളും വ്യഭിചാരശാലകൾ കൊണ്ട് കൊടുക്കുകയാണോ? അപ്പനും അമ്മയും നിന്നെ തീറ്റിപ്പൂറ്റി വളർത്തി ഇത്രത്തോളം വിദ്യാഭ്യാസം പിന്നെ പ്രായമാക്കി എടുത്ത് നിനക്ക് സ്വയം കാലിൽ നിൽക്കുവാൻ കഴിവും പ്രാപ്തിയായി കഴിഞ്ഞപ്പോൾ നിന്റെ അധ്വാന ഫലം എങ്ങോട്ട് പോകുന്നു? മറ്റ് സ്ത്രീകൾ കൊണ്ട് അനുഭവിക്കരുത്. നിന്റെ ഹൃദയത്തിനകത്തെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളയണം. ലേലിയ,
ആസയുടെ കാലഘട്ടത്തിൽ അസരിയ പ്രവാചകൻ ആസയെ സന്ദർശിച്ച് ദേശത്തിന്റെ മലിനതയെ നീക്കിക്കളഞ്ഞ് ദേശത്തുള്ള വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിനെ മിസ്രൈമിൽ വെച്ച് പൂജിച്ചതുപോലെ, മിസ്രൈമിൽ അവർ കഷ്ടത അനുഭവിച്ചതുപോലെ ആസിയുടെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ജനം കഷ്ട സഹിക്കുക. ഇസ്രായേൽ ജനത്തിന് യെരുശലേമിലേക്ക് മടങ്ങി വരാത്ത വിധത്തിൽ അന്നുണ്ടായത് രാജാക്കന്മാർ കുന്നിന്മേൽ വിഗ്രഹങ്ങളെ പണിതു, മ്ലേച്ഛ വിഗ്രഹങ്ങളെ പണിതു. അതിനകത്ത് വെറുപ്പ് തോന്നിയ ഒരു കൂട്ടം ജനമാണ് യെരുശലേമിലേക്ക് മടങ്ങി വന്നത്. അത് ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്തെ സകല മ്ലേച്ഛതകൾ മാറ്റിക്കളഞ്ഞ് നീ ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ജീവിത സാഹചര്യങ്ങളെല്ലാം നേരെയാകും. രക്തം ചെയ്യും. നിന്നെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നീ അവന്റെ സന്നിധി കീഴ്പ്പെട്ട് കൊടുക്കണം. രക്തം ചെയ്യും. ഒരു നവീകരണം ആവശ്യമാണ് നിന്റെ കുടുംബത്തിനകത്ത്. നിന്റെ കേൾക്കുന്ന മാതാപിതാവേ, സങ്കടത്തിന്റെ ഒരുപാട് കണക്കുകൾ, കണ്ണുനീരിന്റെ ഒരുപാട് അനുഭവം കണക്കുകൾ നിനക്ക് പറയുവാനുണ്ട്. ഹല്ലേലൂയ. ഇന്നും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നീ ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുക. ഒരാശ്രയമില്ലാതെ, ആശ്വാസമില്ലാതെ, സമാധാനമില്ലാതെ കുടുംബമായി, ജീവിതമായി, മക്കളായി ഇന്ന് നിനക്ക് സന്തോഷിപ്പാൻ കഴിയാതെ, നല്ലൊരു ഭക്ഷണം കഴിക്കാൻ, നല്ലൊരു വസ്ത്രം എടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന എത്രയോ ആളുകളാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. എന്തുകൊണ്ടാണ്? നിന്റെ ജീവിതത്തിനകത്ത് നീ വെച്ച് കൊണ്ടു നടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ ദുർസ്വഭാവമൊക്കെ ഒരു മ്ലേച്ഛതയാണ്, മ്ലേച്ഛ വിഗ്രഹങ്ങളാണ്. അവയെല്ലാം നീക്കിക്കളഞ്ഞ് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊരു ശുദ്ധീകരണം നടക്കട്ടെ. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ലോകപ്രകാരമുള്ള ഒരു ഡോക്ടറെ അടുക്കൽ ഞാൻ ചോദിച്ചാൽ ഡോക്ടർ പറയും, ഒരു വ്യക്തിയുടെ ഹൃദയമാകുന്നു അവന്റെ ജീവന്റെ സ്പന്ദനമെന്ന്. ലോകപ്രകാരം ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ പറയും, ഒരു മനുഷ്യന്റെ ഹൃദയമാകുന്നു അവന്റെ ജീവസ്പന്ദനത്തിന് ആധാരം. ശരീരത്തിന്റെ സകല ഭാഗങ്ങളിലേക്കും രക്തം പോകുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പോകുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അല്ലെ പമ്പ് സെറ്റ് എപ്രകാരം കിണറ്റിൽ നിന്ന് വെള്ളം മുകളിലേക്ക് കൊണ്ടുവരുന്നുവോ അതേപോലെയാണ് ശരീരത്തിലുള്ള രക്തത്തെ സ്തോത്രം തലയിൽ നിന്നും പാദം വരെ എത്തിക്കുന്നതും ഹൃദയമാണ്. നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം അടിച്ച് മോട്ടോർ വെച്ചാണ് കയറ്റുന്നത്. മോട്ടോർ അല്ലെ ഓണാക്കി കഴിയുമ്പം ആഴമുള്ള കിണറ്റിൽ കിടക്കുന്ന വെള്ളം ഈ മോട്ടോർ വലിച്ചെടുത്ത് മുകളിലെ ടാങ്കിലെത്തിക്കും. ആ ടാങ്കിൽ നിന്നാണ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ടാപ്പിലേക്കും ഈ വെള്ളം വരുന്നത്. എന്ന് പറഞ്ഞതുപോലാണ് നമ്മുടെ ഹൃദയത്തിനകത്തു നിന്നുള്ള രക്തമാണ് അത് പമ്പ് ചെയ്ത് ശിരസ്സൂട്ട് ഉള്ളംകാല് വരെ എല്ലാ നാട്യതരപ്പുകളും ജോയിന്റുകളും പേശികളും രക്തതമ്മിലേക്കും ഈ രക്തം വരുന്നത് ഹൃദയത്തിൽ നിന്നുള്ള രക്തം പമ്പ് ചെയ്യുമ്പോഴാണ്. അല്ലേ? അപ്പോൾ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള രക്തം പമ്പ് ചെയ്ത് നിങ്ങളുടെ ശരീരമാസകളെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അശുദ്ധികൾ ആവശ്യം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ചില യോഗാഫീസുകൾ തലകീഴായി നിൽക്കുന്നു. അപ്പോൾ തലയിലേക്ക് നല്ലവണ്ണം രക്തം ഒഴുകി വരികയും പുത്തൻ ഉണർവ് ഏർപ്പെടുകയും ചെയ്യുമെന്നുള്ള ചിന്താഗതി അവർ പറയുന്നു. ചില യോഗാഭ്യാസങ്ങൾ, ചില അഭ്യാസികളൊക്കെ എന്ത് ചെയ്യും? തല കീഴായിട്ട് നിൽക്കും. അല്ലേ? തല കീഴായിട്ട് നിന്നിട്ട് അവരുടെ ശരീരത്തിലുള്ള രക്തം മുഴുവൻ തലയിലേക്ക് ഒഴുകി വരുമെന്നാണ്. അത് പിന്നെ അവർ നിവർന്നെങ്കിൽ ശരീരം മുഴുവൻ വരുമെന്ന് പഠിപ്പിക്കുന്ന ചില പഠിപ്പീരുകളുണ്ട്. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് രക്തം ചെയ്യാം. ഹല്ലേലൂയ. നീ തലകീഴായിട്ടൊന്നും നിൽക്കണ്ട, ഉച്ചകുത്തിയൊന്നും നിൽക്കണ്ട. നിന്റെ ഹൃദയത്തിനകത്ത് ദൈവം തന്നു നിറച്ചിരിക്കുന്ന രക്തം സമയാസമയങ്ങളിൽ പമ്പ് ചെയ്ത് ശിരസ്സൂട്ട് ഉള്ളംകാല് വരെ എല്ലാ നാട്ടി നരമ്പുകളും ജോയിന്റുകളും എല്ലാ രക്തധമനികളിൽ കൂടെ ആ രക്തം പാസ് ചെയ്ത് നിന്റെ ശരീരം മുഴുവൻ ആ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ ദൈവത്തെ സ്തുതിക്കണം. ആസയുടെ നവീകരണ പ്രവർത്തനത്തിനകത്തും ആസയും പറഞ്ഞു വെച്ചത് തന്നെയാണ്. പുതിയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒന്ന് മാനസാന്തരത്തോട് മടങ്ങി വന്നാൽ എന്റെ കണ്ണുനീര് മുഴുവൻ മാറും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നെ ഒരുപാട് വിളിച്ചു. എല്ലാം കടത്തിന്റെ പ്രശ്നമാണ്, കടക്കെണികളാണ്, കുടുംബത്തിന്റെ പ്രശ്നങ്ങളാണ്, നിരാശകളാണ്. ഹല്ലേലൂയ. ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് സ്നേഹമില്ല, മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ശരിയല്ലേ? അതല്ലേ ഇവിടെ നടക്കുന്നത്? അതല്ലേ എല്ലാ കുടുംബത്തിന്റെ വിഷയങ്ങൾ?
പരസ്പരം ബഹുമാനമില്ല. ഹല്ലേലൂയ. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പണ്ട് വഴമക്കാർ പറയുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടം മാറിക്കഴിഞ്ഞ് എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ മടങ്ങി വാ. നിന്റെ ഹൃദയത്തിനകത്തെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞ് നിന്റെ ഹൃദയമാകുന്ന യാഗപീഠത്തെ നീ പുതുക്കി പണിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ നീ കാതു കൊടുക്കണം. ദൈവത്തിന്റെ വചനത്തിൽ ശ്രദ്ധ വെക്കണം. ഹല്ലേലൂയ. സഹോദര, നീ അധ്വാനിക്കുന്ന പൈസ നിന്റെ മക്കൾക്ക്, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ മാതാപിതാക്കളും കൊണ്ട് കൊടുക്കണം. അത് മറ്റു വീടുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകരുത്. ചൂതാട്ട കേന്ദ്രങ്ങളിൽ പോയി ചൂതാടുവാനല്ല, ചീട്ട് കളിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരങ്ങളും പറഞ്ഞ് മറ്റുള്ളവർക്ക് ഉല്ലസിക്കുവാനല്ല ദൈവം നിന്നെ ഈ ഭൂമി സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ പിതാവായി ദൈവത്തോട് ചേർന്ന് ഹാനൂക്ക് ദൈവത്തോട് ചേർന്ന് നടന്ന പോലെ ദൈവത്തോട് ചേർന്ന് സമാധാന ജീവിതം നയിക്കാനാ ദൈവം നിനക്ക് ഈ ഉലകത്തിൽ ജന്മം തന്നത്. രക്തം ചെയ്യും. പക്ഷെ നീ എന്താണ് ചെയ്യുന്നത്? എൻ്റെ യഹോവയുടെ കണ്ണ് താങ്കൾ ഏകാഗ്രചിത്തന്മാർക്കായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലമാനത് കാണിക്കുന്നതിന് ഭൂമിയിൽ എല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ അല്ലെങ്കിൽ ആമിസ്തോത്രം 1:16 വായിക്കുന്നുണ്ട്. അല്ലേരിയ. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗം അതിൽ നീ ഭോഷത്വം കാണിച്ചെന്ന അത് യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാർക്കായിരിക്കുന്നവർക്ക് താങ്കൾ ഊടാടിക്കൊണ്ടിരിക്കുന്ന പറയുമ്പോൾ നിന്നെ എപ്പോഴും കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ രൂപങ്ങൾ, നിന്റെ ഭാവങ്ങൾ, നിന്റെ സ്വഭാവങ്ങൾ, നിന്റെ പ്രവൃത്തിയും ചിന്തകളും, നിന്റെ നടപ്പും പോക്കും, നീ ഇരിക്കുന്നത്, ഈ ചെന്ന് പറ്റിയ സ്ഥലമെല്ലാം സമയാസമയങ്ങളിൽ ദൈവത്തിന്റെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ നീ ഭോഷത്വം പ്രവർത്തിച്ചാൽ നിനക്ക് യുദ്ധമുണ്ടാകും. നീ ദൈവത്തോട് അവിശ്വസത കാണിച്ചാൽ നിന്റെ ഹൃദയത്തിനകത്ത് പ്രതിസന്ധികൾ വരും. നിന്റെ കുടുംബത്തിൽ പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരും. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തിൽ വിശ്വസിക്കണം, യേശുവിനെ വിശ്വസിക്കണം. അല്ലേരിയ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ ഈ വേദപുസ്തകം പറഞ്ഞ ഹൃദയം രക്തപ്രവാഹത്തെ നിയന്ത്രിക്കുന്ന സ്തോത്രം. അല്ലേയ. ഹൃദയമല്ലെന്ന് മറ്റൊരിടത്ത് പറയുന്നു. അപ്പോൾ തന്നെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞതാ ഹൃദയമാണ്. അപ്പം രക്തം പ്രവഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് സ്നേഹവും വാത്സല്യവും നിറഞ്ഞതാകണം. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ സ്നേഹത്തോടും വാത്സല്യത്തോടും തീഷ്ണതയോടും കൂടി വേണം അവനെ അന്വേഷിക്കാൻ. യേശുവിനെ അന്വേഷിക്കുമ്പം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും തീഷ്ണതയോടെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ വേണം നമ്മൾ കർത്താവിനെ അന്വേഷിക്കുവാൻ. അല്ലേലിയ. പഴയ മൊന്തയൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ കിണ്ടി എന്നൊക്കെ പറയില്ലേ, ഓടിന്റെ. അല്ലേലിയ. അത് കണ്ടിട്ടില്ലെങ്കിൽ പഴയ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കാണാൻ കഴിയും. ആ വീട്ടിലെ കിണ്ടിയൊക്കെ എടുത്ത് ക്ലാവ് പിടിച്ച് ഇരിക്കുന്ന നിറമൊന്നുമില്ലാതെ ക്ലാവൊക്കെ പിടിച്ച് ഉപയോഗശൂന്യമായിരിക്കുക. ചിലരൊക്കെ അതിനെ എടുത്ത് അത് നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചെടുക്കുമ്പോൾ അത് വാങ്ങിയതുപോലെ കൊണ്ടുവരും. എന്ന് പറഞ്ഞ പോലെ നിന്റെ ഹൃദയത്തിനകത്ത് കടന്നുകൂടിയ ക്ലാവ്, മ്ലേച്ഛ വിഗ്രഹങ്ങളെ മുഴുവൻ നീക്കിക്കളഞ്ഞ് നീ ശുദ്ധീകരിക്കണം. അല്ലേലിയ. അതാണ് നവീകരണം ആവശ്യമെന്ന് പറഞ്ഞത്. ആ കിണ്ടി മിനുക്കിയെടുത്ത്, ആ മൊന്ത മിനുക്കിയെടുത്ത് അതിന്റെ ആദ്യത്തെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന പോലെ നീ ഈ ഭൂമി ജനിച്ച് വീണ സമയത്ത് നിന്റെ ശൈശവ പ്രായത്തിൽ ഒരു ഹൃദയം നിഷ്കളങ്കമായിരുന്നു. നിന്റെ ശൈശവം മാറി ബാല്യം വന്നു, കൗമാരം വന്നു, നീ യൗവനത്തിലേക്ക് വന്നു, വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുമ്പോൾ നിന്റെ ഹൃദയം മുഴുവൻ ക്ലാവ് പിടിച്ച മൊന്ത പോലെ, ക്ലാവ് പിടിച്ച കിണ്ടി പോലായി. മ്ലേച്ഛ വിഗ്രഹങ്ങളെല്ലാം കൂടെ കൂടി നിന്റെ ഹൃദയത്തിൽ നിന്റെ സ്വഭാവത്തിനകത്തും മാറ്റം വരുത്തി. അതുകൊണ്ട് ആശയോട് അസരിയ പ്രവാചകൻ പറഞ്ഞു, ദേശത്തുള്ള സകല മലിനതകളെയും മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കി യഹോവയുടെ യാഗപീഠം പുതുക്കി പണിയണം. രക്തം ചെയ്യും. പ്രൈസറോ. മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ദൈവസേനയ്ക്ക് വന്നാൽ നിന്റെ സ്ഥിതികൾക്കെല്ലാം ദൈവം മാറ്റം തരും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് രാജാവായ ആസ തന്റെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിച്ചപ്പോൾ കർത്താവ് അവന് വെളിപ്പെട്ടു എന്ന് 2 ദിനവൃത്താന്തം 15:4 നമ്മൾ വായിച്ചെടുത്തുണ്ട്. ഹല്ലേലൂയ. ആസ ദൈവമായി കർത്താവിനെ അന്വേഷിച്ചപ്പോൾ കർത്താവിന് വെളിപ്പെട്ടു എന്ന് ദിനവൃത്താന്ത പുസ്തകം 4 നമ്മൾ വായിച്ചല്ലോ. ആസ ദൈവമായി കർത്താവിനെ അന്വേഷിച്ചപ്പോൾ ചുറ്റുമുള്ള ശത്രുക്കളെ യാതൊരു പ്രശ്നവും നേരിട്ടില്ല. ആസ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഒരു നവീകരണമൊക്കെ വരുത്തിയപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന ശത്രുക്കൾ മുഖാന്തരം ഒരു ദോഷം വരാതെ ആശയുടെ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ. അപ്പം കർത്താവ് പൂർണ്ണ വിശ്രമം നൽകിയെന്നാണ് 2 ദിനവൃത്താന്തം 14:7 വായിക്കുന്നത്. ആ നവീകരണത്തിലൂടെ പൂർണ്ണ വിശ്രാമം, പൂർണ്ണ സന്തോഷം നൽകി.
അല്ലേലിയ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണോ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണോ? നിങ്ങളുടെ ജീവിതത്തിൽ പോരാട്ടങ്ങളാണോ? ശത്രുവിന്റെ എതിർപ്പുകളാണോ നിന്റെ ജീവിതത്തിൽ? പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ശത്രുവിന്റെ എതിർപ്പുകളും നിന്ദകളും നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ നീ പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിലൂടെ കാണാവോ സഹോദരി പോകുന്നത്, സഹോദര പോകുന്നത്? ഇന്ന് പകരം ദൈവത്തെ എല്ലാം നീക്കിത്തരുവാൻ ആഗ്രഹിക്കുക. അപ്പൊ നിനക്കുള്ള എതിർപ്പുകളെ മാറ്റി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരു നവീകരണം നിന്റെ കുടുംബത്തിന് ആവശ്യമാണ്. നിന്റെ ജീവിതത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു നവീകരണം ആവശ്യമാണ്. ഇന്ന് നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ മ്ലേച്ഛ വിഗ്രഹം എന്ന് പറയുന്നത് നിന്റെ മൊബൈലാണ്. ദൈവത്തെ അന്വേഷിക്കാൻ സമയമില്ല, അതിനകത്തും മെനക്കെട്ടിരിക്കുക. ലേലിയ സ്തോത്രം. നിന്നെ ശുദ്ധീകരിക്കണം കേട്ടോ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ അവനെ അന്വേഷിക്കും, തീർച്ചയായി നിങ്ങൾ അവനെ കണ്ടെത്തും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ സ്തോത്രം. മത്തായി സുവിശേഷം 7:7 എന്താണ് വായിക്കുന്നത്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ദൈവത്തോട് യാചിക്കണം, ദൈവസന്നിധി അന്വേഷിക്കണം, മുട്ടണം. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരും. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. 2 പുസ്തകം 15-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാതിരുന്നാൽ മരണശിക്ഷ അനുഭവിക്കുന്ന നിയമമായിരുന്നു കേട്ടോ. ഈശ്വരോ, അത് ദൈവത്തെ അന്വേഷിക്കണം. അസരിയ പ്രവാചകന്റെ വാക്കുകൾക്ക് മുമ്പിൽ ധൈര്യപ്പെട്ട ആസയുടെ കാലഘട്ടം ശക്തമായ ഉണർവ് ഇസ്രായേൽ നടന്നെങ്കിൽ അത് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ട് നീ ദൈവത്തിലേക്ക് വന്ന് നിന്നെ തന്നെ താഴ്ത്തി ഹൃദയത്തിന്റെ മ്ലേച്ഛതയെ മാറ്റി ഒരു വലിയ ഉണർവ് നിന്റെ കുടുംബത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിന്റെ ഈ കൂരിലെ മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ മൂടുപടം മാറ്റുവാൻ, ശത്രുവിന്റെ സകല പോരിൽ നിന്റെ കുടുംബത്തിന്റെ ശരീരത്തെ ബാധിക്കുന്ന സകല ബന്ധനങ്ങളിൽ നിന്നും അങ്ങനെ ദൈവം നിന്നെ വിടുവിച്ച് സ്വതന്ത്രമാക്കി സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ സ്നാവിന്റെ ജീവിതത്തിലെ സകല മ്ലേച്ഛ വിഗ്രഹങ്ങളെ മാറ്റി എന്റെ ഹൃദയമാകുന്ന യാഗപീഠം പുതുക്കിപ്പണത് അങ്ങേക്ക് വേണ്ടി മാത്രം ഞാൻ സമർപ്പിക്കുക. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവും പൂർണ്ണ ശക്തിയോടും കൂടി അങ്ങ് സേവിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുക കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി കർത്താവിന്റെ ഭരണ സംവിധാനങ്ങൾ, കേന്ദ്ര സംസ്ഥാനങ്ങൾ, രാജ്യരാഷ്ട്ര തലവന്മാർ, ജാതികൾ, കർത്താവ് ശൈശവത്തിൽ, ബാല്യ, കൗമാരി, യൗവനത്തിൽ, വാർദ്ധക്യം, ജ്ഞാനപ്പെടുത്തൽ, അശന, യാജ്, ഓർഫന, ചോട്ടൽ, തടവറയിലായിരിക്കുന്നവർ, ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ല, കുടിയിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനതയും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജനത്തിന്റെ ഹൃദയത്തിനകത്തെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ മാറ്റി ഈ ജനം മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിച്ച് കർത്താവ് ഈ ജീവിതത്തിൽ വലിയൊരു ഉണർവ്, തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, സമാധാനമില്ല, സന്തോഷമില്ല, കണ്ണുനീര്, മഹാവ്യാധിയാൽ പാപത്താൽ നിറയപ്പെട്ട അനവധി കുടുംബങ്ങൾ ഈ മാനസാന്തരപ്പെടുവാൻ, ലോകം മുഴുവൻ തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ അധികാരികൾ സ്ഥാനമാന അധികാരങ്ങൾക്ക് വേണ്ടി താങ്കൾ കലഹിച്ചും പ്രശ്നം സൃഷ്ടിച്ചും രാജ്യത്തിന്റെ രാഷ്ട്ര സമാധാനത്തെ കെടുത്തിക്കളയുന്ന നീശന്മാരായിരിക്കുന്ന 40 ആളുകൾ ദേശത്തും രാജ്യത്തിന്റെ രാഷ്ട്രം ഉയർന്നു വരുമ്പോൾ നടിയ കർത്താവ് ജനത്തെ സന്ദർശിക്കണമേ, മാനസാന്തരം കൊടുക്കണമേ, സകല മ്ലേച്ഛതയെ നീക്കിക്കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവ് ഇസ്രായേലിന് യെരൂശലേമിലേക്ക് മടങ്ങി വന്നതുപോലെ ഈ നാടുകളിൽ കർത്താവ് പാപത്തെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തും നീക്കിക്കളഞ്ഞിട്ട് ഈ ജനം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ആശയുടെ കാലത്തെ പോലെ ശക്തമായ ഉണർവ് സകല കുടുംബങ്ങളിലും സകല വ്യക്തികളിലും അയക്കുവാൻ ഞങ്ങളുടെ ദേശത്തെ ഉണർവുണ്ടാകുവാൻ, ഞങ്ങളുടെ സഭയിൽ ഉണർവുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വിരോധികൾക്ക് ഒരു മാനസാന്തരം കൊടുക്കണമേ. ക്രൈസ്തവ സമൂഹത്തെ നിർമൂലനാശം ചെയ്യുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന അനവധി ദുഷ്ടന്മാരായിരിക്കുന്ന ജനങ്ങൾ, മ്ലേച്ഛ വിഗ്രഹധാരികൾ, അവരുടെ ഹൃദയത്തിനകത്തെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞ് ഹൃദയത്തെ സ്നേഹത്തിന്റെ ആത്മാവ് വസിപ്പാൻ, ദൈവസ്നേഹം ഉണ്ടാകുവാൻ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവദാസം ജയിലിൽ കിടക്കുന്നവരുണ്ട്, ക്രൈസ്തവ മിഷന്മാരുണ്ട്, കന്യാസിനികളുണ്ട്, അവരുടെ ദൈവം കരുണ കാണിക്കും, ദയ തോന്നണമേ. ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ അതിന് കർത്താവിൽ ഭാരപ്പെട്ടു പോകാതെ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിപ്പം പുറപ്പെടുക്കണം. ലോകം ദൈവജനത്തിനായി, വിദേശരാജ്യങ്ങളിലുള്ള ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. സകലരെയും ദൈവം അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.